ണ്ട്. നമ്മുടെ ഈ കാവ്യവർഷം പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ BK ഹരിനാരായണനാണ്. സ്വാഗതം പറയുന്നതിനായി ശ്രീ ജയറാം വാഴൂരിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു നീണ്ട സ്വാഗതാശംസയ്ക്ക് മുതിരുന്നില്ല. കാരണം നമ്മൾ ഏറെ നാളായിട്ട് നമ്മുടെ ഈ കവിത ആലപിക്കാനായിട്ട് അത് കേൾക്കാനുമായിട്ട് നിങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ ഈ കാവ്യ വർഷത്തിലേക്ക് സ്വാഗത ആശംസയിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളിവിടെ എന്തിനാണ് കൂടിയിരിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട നമ്മുടെ വിശ്വസാഹിത്യത്തിൽ മലയാള കവിതയെ അടയാളപ്പെടുത്തിയ കവിയായ സച്ചിദാനന്ദം മാഷിന് സ്നേഹാദരം, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ തന്നെ സ്നേഹാദരം നൽകാനാണ് ഇത്രയും ദൂരെ നിന്ന് പോലും നമ്മുടെ കവികൾ ഇവിടെ വന്നിരിക്കുന്നത്. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരൊരു കവിത ആലപിക്കുന്നുവെന്ന് മാത്രം. അദ്ദേഹത്തിന് നാളെയും കുലപതികളായ സാഹിത്യകാരന്മാർ സച്ചിദാനന്ദം മാഷിയുടെ 6 പതിറ്റാണ്ട് കാലത്തെ കാവ്യ ജീവിതത്തിനിടയിൽ കൂടെ നിന്ന ചേർത്ത് പിടിച്ച ഒരുപാട് സാഹിത്യകാരന്മാർ, മുകുന്ദൻ മാഷും മുകുന്ദൻ സാറും സാറാ ജോസഫും ഒക്കെ അടക്കെയുള്ള കുലപതികളായ സാഹിത്യകാരന്മാർ നാളെയും എത്തുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു അരങ്ങ് നമ്മുടെ നീതിയുടെ വൃക്ഷം എന്ന കവിത എഴുതിയ കാരണം അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു കാറ്റാടി മരം നടുക, ഭ്രാന്ത് പിടിച്ചു മരിച്ച അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് എന്ന് എഴുതിയ കവി, ഇവിടെ ഒരു ചെറുനാരകം നടുക, വെള്ളം കിട്ടാതെ മരിച്ച അച്ഛൻ്റെ ഓർമ്മയ്ക്ക്, ഇവിടെ ഒരു അശോകത്തൈ നടുക. ഞങ്ങളുടെ കാവ്യശികയുടെ പീച്ചിയുടെ പരിപാടി ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം ഒരു അശോക മരം നട്ടുകൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതെന്ന് ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. അപ്പോൾ നമ്മളെ പ്രിയങ്കരനായ കവി അദ്ദേഹം അവസാനം ചോദിക്കുന്നുണ്ട്, വെട്ടേറ്റു പാടുന്ന നീതിയുടെ വൃക്ഷമേ. ഏത് സന്ദർഭത്തിലാണ് ഇത് എഴുതിയതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഒരു ഇലയിൽ ഒരു വരിയെങ്കിലും എഴുതി കാറ്റിൽ താഴെയിടുക, അത് ഭീരുവിൻ്റെ നിശബ്ദമായ ആകാശം പെരുമഴയുടെ ശീൽക്കാരം കൊണ്ട് ഭേദിക്കുവാനായിട്ടെന്ന് പറഞ്ഞ കവിയാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. കൂടുതൽ പറയാനും കേൾക്കാനും കവിതയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് സംവദിക്കാനുമായിട്ടെത്തിയ പ്രിയ സാഹിത്യകാരന്മാരിവിടെയുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ കാവ്യ വർഷത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കലാസദനത്തിലൂടെ ഇരിഞ്ഞാലക്കുട സാഹിത്യയിലൂടെ ഇരിഞ്ഞാലക്കുടയുടെ ഏറ്റവും കാവ്യ നഭസ്സിലെ കാരണവരെന്ന് പറയാവുന്ന ഞങ്ങളുടെ ശിഖയുടെ നെടുന്തൂണായ നമ്മുടെ രാമേന്ദ്രൻ, കാട്ടൂർ രാമേന്ദ്രനായിട്ടാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഈ വേദിയിലേക്ക് നിറകയ്യോടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഇതിലെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെല്ലാം കാത്തിരുന്ന, കേൾക്കാൻ ആഗ്രഹിച്ച പ്രിയങ്കരനായ ഗാനരചയിതാവ്. അദ്ദേഹത്തെ പോലെ ഒരു വരി എഴുതാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കൊതിച്ചിട്ടുള്ളതാണ്. യുവകവിയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ കവിതയിലൂടെയും അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കവിതകൾ വരാറുണ്ട്. അപ്പോൾ ഹരിനാരായണനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തെ ഇതിലെ ഉദ്ഘാടകനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യും. ഇനി നമ്മുടെ വേദിയിലുള്ള കവികൾ നമ്മുടെ പ്രിയങ്കര വളരെ അറിയപ്പെടുന്ന കവികളാണ്. ഇത് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഋഷികേശൻ മാഷുണ്ട്, നമ്മുടെ കാവ്യശികയിലെ മെമ്പർ കൂടിയാണ്. അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ സ്ഥിരമായിട്ട് ആനുകാലങ്ങളിൽ എഴുതുന്ന കവിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീലത ടീച്ചറുണ്ട്, ബക്കർ മേത്തല, എൻ്റെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ബക്കർ മേത്തല മാഷുണ്ട്, പിന്നെ വിജേഷ് എടക്കുനിയുണ്ട്, അഡ്വക്കേറ്റ് അംബരീഷുണ്ട്, അജിനാരായണനുണ്ട്, വിസി ഹരിദാസുണ്ട്, ഇവരെയെല്ലാം പത്മദാസുണ്ട്, ഇവരെയെല്ലാം പിന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കവികളാണ്. അപ്പോൾ എല്ലാവരുടെയും പേരിട്ട് കൂടുതൽ സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരനായ കാട്ടൂർജിയെ
സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സമയം വളരെ വൈകിയെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നേരത്തെ ചിലർ സൂചിപ്പിച്ചതുപോലെ 3 മാസമായി തുടർന്നു വരുന്ന സച്ചിദാനന്ദം കവിതകളുടെ ഒരു ഇടവപ്പാതി ഇപ്പോൾ 3 ദിവസത്തെ തുടർച്ചയായ പെയ്ത്തോടുകൂടി നാളെ സമാപിക്കുകയാണ്. നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള ധാരാളം സാംസ്കാരിക കലാരംഗത്തുള്ള സാഹിത്യരംഗത്തുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നവോത്ഥാന നായകന്മാരും അതിനുശേഷം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും KPICയും സാംബശിവനെ പോലുള്ള കാരികന്മാരും നാടക സംഘക്കാരും തെയ്യം കലാകാരന്മാരും അങ്ങനെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും പെട്ട നാടക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ ഉഴുതുമറിച്ച മണ്ണ് വീണ്ടും അതേപോലെ നിലനിൽക്കണമെങ്കിൽ ഇനിയും ഇതുപോലുള്ള ധാരാളം കവിതപ്പെയ്ത്തുകളും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 200-ൽ പരം കവികൾ ഉൾക്കൊള്ളുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികൾ, അവരെല്ലാം ഉൾക്കൊള്ളുന്ന കാവ്യശിക ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ കാവ്യശിക അതിൻ്റെ പ്രവർത്തനം 10 മടങ്ങ് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ സച്ചിദാനന്ദം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ഇവിടെ മറ്റു പ്രഗത്ഭരായ പ്രഭാഷകരുണ്ട്. അവരെല്ലാം സച്ചിദാനന്ദം മാഷ് കവിതകളെക്കുറിച്ച് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് അതൊന്നും അതിലേക്ക് കിടക്കുന്നില്ല. ഈ പ്രദേശത്തിന് നേരത്തെ പറഞ്ഞ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ ജില്ലകൾക്കും അതിൻ്റേതായ സാംസ്കാരിക പാരമ്പര്യവും തനിമയുമുണ്ട്. പൂരക്കളിയാണെങ്കിലും തെയ്യമാണെങ്കിലും ഇവിടുത്തെ മുടിയേറ്റാണെങ്കിലും കൂടിയാട്ടമാണെങ്കിലും അമ്മന്നൂർ മാധവച്ചാക്യാർ എന്ന പത്മഭൂഷൺ ജേതാവായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കൂടിയാട്ടമാണെങ്കിലും എറണാകുളം ജില്ലയിലെ മുടിയേറ്റാണെങ്കിലും പത്തനംതിട്ടയിലെ പടയണിയനാണെങ്കിലും ഇതെല്ലാം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിന് ഊർജം പകർന്ന, മാനവികതയ്ക്ക് ഊർജം പകർന്ന വിവിധ കലാരൂപങ്ങളാണ്. അപ്പോൾ അത്തരമൊരു ഇരിഞ്ഞാലക്കുടയിൽ ഉണ്ണായി വാര്യർ 400 കൊല്ലം മുൻപ് പിച്ച വെച്ച് നടന്ന ഈ മണ്ണിലാണ് ഇപ്പോൾ കാവ്യശിക സച്ചിദാനന്ദം നടത്തുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, പലർക്കും അറിയാവുന്നതാണ്. ചാവറ കുര്യാക്കോസ് അച്ഛൻ എന്ന് പറയുന്ന കേരളീയ നവോത്ഥാന നായകരിലെ പ്രധാനി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സ്ഥാപിച്ച ക്രൈസ്റ്റ് കോളേജിലാണ് ഈ മഹത്തായ സംരംഭം നടക്കുന്നത് എന്നത് ഈ സംരംഭത്തിൻ്റെ പ്രാധാന്യം വളരെ ഇരട്ടിപ്പിക്കുന്നതാണ്. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഇന്നത്തെ നാളത്തെ ഈ കാവ്യശികയുടെ കാവ്യ പെരുമഴ ഇവിടെ സമാപിക്കുമ്പോൾ 1000 കവികളും 10,000-കണക്കിന് കവിതകളും സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഉണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാന്യനായ ശ്രീ BK ഹരിനാരായണനെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എന്ന ചിത്രത്തിലെ ഓലഞ്ഞാലിക്കുരുവി എന്ന സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ മലയാള സിനിമയിലെ തിരക്കുള്ള ഗാനരചയിതാവായി മാറിയ പ്രിയ കവി ശ്രീ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള കവികൾ, പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഈ മൈക്കിൻ്റെ മുമ്പിൽ കുറച്ച് പരിഭ്രമത്തോടെയാണ് നിൽക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ രാവണിയേട്ടൻ വിളിച്ചപ്പോൾ ഇവിടെ വന്ന് ഒരു സ്വന്തം കവിത വായിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് നോട്ടീസ് കിട്ടിയപ്പോൾ ഭൂപേഷേട്ടൻ ഉദ്ഘാടനം ചെയ്യുന്നു, നിരവധി ആളുകളുടെ പേരും കണ്ടു. ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കവിത പ്രസംഗം തന്നെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പം കവിത വായിക്കുക എന്നുള്ളതും
വായിച്ചു പോവുക എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഋഷികേശേട്ടനെ പോലെയുള്ള പത്മദാസേട്ടനെ പോലുള്ള നിരവധി, വിജേഷുണ്ട്, നിരവധി വലിയ വലിയ കവികളുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിശ്വകവി സച്ചിദാനന്ദൻ മാഷ്ടെ അദ്ദേഹത്തിനെ 3 ദിവസം അദ്ദേഹത്തിനെ നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് ചൊല്ലി ആഘോഷിച്ച് അദ്ദേഹത്തിനെ വീണ്ടും കൂടിയിരുന്ന് ആനന്ദത്തോടെ ആഘോഷിക്കുന്ന ഈ വേദിയിൽ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് 2 വരി എഴുതുന്ന ഏതൊരാളുടെയും കടമയാണ് എന്ന് വിശ്വസിക്കുന്നു. സച്ചിദാനന്ദ മാഷ ആദ്യം, ഒരുപക്ഷെ സച്ചി മാഷ്ട കവിത ആദ്യം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവനെക്കൂടി എന്ന് പറയുന്ന കവിത ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നത്. അന്ന് തൊട്ടാണ് ഒരുപക്ഷെ സച്ചി മാഷ്ട കവിതകളിലൂടെ നടക്കാനും അത് ബൈഹാർട്ട് പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു കാലഘട്ടത്തിന് ശേഷം മാഷ എഴുതിയ എല്ലാ കവിതകളും ഹൃദയത്തിലുണ്ടെങ്കിലും ഞാൻ വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ മാഷ്ട ഒരു കവിത ഒരാൾക്ക് ചൊല്ലിക്കൊടുത്തത് സുലേഖ എന്ന് പറയുന്ന കവിതയാണ്. അത് മറ്റൊരു സച്ചിദാനന്ദനാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സങ്കടം. അത് മറ്റാർക്കുമായിരുന്നില്ല. ഈ ഒരു കൊടുങ്ങല്ലൂരിൻ്റെ ഈ ഒരു പരിസരത്തുണ്ടായിരുന്ന ദേശീയ പുരസ്കാര ജേതാവായിട്ടുള്ള സംവിധായകൻ സച്ചി എന്നറിയപ്പെടുന്ന സച്ചിദാനന്ദന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം സച്ചിദാനന്ദ മാഷ്ട വലിയൊരു ആരാധകനായിരുന്നു എന്ന് മാത്രമല്ല, ഒരുപാട് കവിതകൾ ബൈഹാർട്ട് പറയുക. അപ്പോൾ എപ്പോഴും ഫോണിൽ വിളിച്ച് അയ്യപ്പൻ കോശിയുടെയൊക്കെ എഴുത്ത്, അദ്ദേഹം അവസാനം ചെയ്ത സിനിമയുടെയൊക്കെ എഴുത്ത് നടക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 10 തവണയെങ്കിലും സുലേഖ എന്ന് പറയുന്ന കവിത അദ്ദേഹം വിഷമം വരുന്ന സമയത്തൊക്കെ വിളിച്ചിട്ട് അവിടെ ഷൂട്ടാകുമ്പോൾ അറിയാലോ, അത്രയും കോംപ്ലിക്കേഷൻ വരുന്ന സമയത്തൊക്കെ ചൊല്ലും ഒപ്പം ചൊല്ലും അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ എന്തോ മാഷ്ട എല്ലാ കവിത വായിക്കുമ്പോഴും സച്ചിയേട്ടൻ പോയതിന് ശേഷം ആ കവിതയാണ് എന്നും മനസ്സിലുള്ളത്. പക്ഷേ ആ കവിതയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിലും സച്ചി മാഷ് അനുദിനം നമ്മളിങ്ങനെ ഈ പക്ഷി ചിറക് കൊഴിയുന്ന പോലെ ചിറക് കൊഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് ഓരോ കാലത്തും ഓരോ ദിവസവും കവിത ശ്വസിച്ച് കവിതയിൽ ജീവിച്ച് തന്നെ പുതുക്കിയ ആശയവും ക്രാഫ്റ്റും ഒക്കെ മാറ്റി പുതുക്കി പണിത് ഒരുപക്ഷെ നമ്മുടെ ഇന്നിൻ്റെ മലയാള കവിതയിലെ ഏറ്റവും ഉന്നത ശീർഷനായിട്ടുള്ള ഒരു കവിയായിട്ട് നിലനിൽക്കുന്നു. അദ്ദേഹത്തിനെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കടമയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർ നിർവഹിക്കുന്നത് വലിയൊരു കാര്യം. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയെ ചൊല്ലുക, പാടുക, ആഘോഷിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം 3 ദിവസമായിട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും അതിൽ ആ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ, സച്ചി മാഷക്ക് ആദരം. ഇവരിൽ ഒരാളായിട്ട് നിന്നിട്ട് ഇതൊരു പേരിന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളൂ. സ്വന്തമായിട്ടുള്ള ചെറിയൊരു കവിത വായിക്കുകയാണ്. ഇനി ഒരുപാട് പേര് ഇവിടെ കവിത വായിക്കാനും സംസാരിക്കാനും ഉണ്ട്. നമ്മൾ നേരം വൈകിട്ടാണ് ഇപ്പം തന്നെ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കവിത വായിക്കുന്നു. കവിതയുടെ പേര് ഈച്ചയെ പിടിക്കുന്ന കടലാസ്. ഈച്ചയെ പിടിക്കുന്ന കടലാസ് നിവർത്തിയ മേശ, തൊട്ടരികത്തു വൃദ്ധനായൊരാൾ വന്നു വീഴുന്നതോരോന്നെണ്ണി ശ്രദ്ധയോടിരിക്കുന്നു. ഈച്ചയെ പിടിക്കുന്ന കടലാസ് നിവർത്തിയ മേശ, തൊട്ടരികത്തു വൃദ്ധനായൊരാൾ വന്നു വീഴുന്നതോരോന്നെണ്ണി ശ്രദ്ധയോടിരിക്കുന്നു. പറന്നു വന്ന കടലാസിലെ പശയ്ക്കുള്ളിൽ ചിറകു കുരുങ്ങിടുമീച്ചകൾ
കുഴിക്കണ്ണു തിളങ്ങിയതു നോക്കും വൃദ്ധൻ ആ ചുണ്ടിൽ ചിരി. കുട്ടികൾ വച്ചേ പോയ സീരീസ് ടിവിക്കുള്ളിൽ നിർത്താതെ വെടിയൊച്ച വീഴുന്നു ശവം ചോര. കണ്ണടയെടുത്തൊന്നു തുടച്ചു വച്ചിട്ടയാൾ എണ്ണുന്നു വീണ്ടും വിരലോരോന്നു മടക്കുന്നു. ഉറക്കം തൂങ്ങാതിരിക്കാനുള്ള ശ്രമം പാഴായി പതുക്കെ എണ്ണം തെറ്റി കടലാസ് നിറയാറായി. ആദ്യമായി പശയ്ക്കുള്ളിൽ പെട്ടുപോയതാമീച്ച സ്വപ്നത്തിലടുത്തെത്തി തൻ കഥയോതി കാതിൽ. ഇണയെ കാണാനുള്ള തിടുക്കം വരുത്തിയ മരണം കേട്ടിട്ടുള്ളു പിടച്ച് വൃദ്ധൻ നിന്നു. സീരീസിൽ സ്ക്രീനിൽ കണ്ട കൊലയാളിയെപ്പോലെ തൊപ്പി വച്ചിരു തോക്കായി നിൽക്കയാണയാളപ്പോൾ. അടുത്തൊരീച്ച പിന്നെ അടുത്തതോരോരുത്തർ തിരക്കി മുന്നിൽ വന്ന് ജീവിതം യാചിക്കുന്നു. മുഖത്തുമുടലിലും മരിച്ചൊരീച്ചക്കൂട്ടം പൊതിഞ്ഞ് കറുത്തതാം ജീവി പോലയാൾ നിൽക്കേ. മുളച്ചു പൊന്തി ഇരുതോളിലായി ചിറകുകൾ, കാലുകളാറായി ചോന്നു കണ്ണുകൾ വട്ടം വച്ചു. തലയിൽ കൊമ്പുണ്ടായി ഭീമരൂപനാമീച്ച പിറപ്പായയാൾ മൂളിപ്പറന്നു മണ്ണിന്മേലെ. ഉമ്മറവാതിൽ തുറന്നെത്തിയ ശുശ്രൂഷക ചെന്നു നോക്കുമ്പോൾ മേശപ്പുറത്ത് തലവച്ചുകൊണ്ടയാൾ കിടക്കുന്നു. കണ്ണട നിലത്തുണ്ട്. തൊട്ടുനോക്കുമ്പോൾ ദേഹം തണുത്തു മിടിപ്പറ്റു. ഒട്ടിപ്പോയി കടലാസാമുഖത്ത് നിറച്ചീച്ച. തൊട്ടുനോക്കുമ്പോൾ ദേഹം തണുത്തു മിടിപ്പറ്റു. ഒട്ടിപ്പോയി കടലാസാമുഖത്ത് നിറച്ചീച്ച. താങ്ക് യു.